നമസ്കാരം, വെൽക്കം ടു മൂവി ട്രക്ക്. അപ്പൊ ഇന്നത്തെ വിഷയം മൈക്കേലാണ്. അങ്ങനെ മൈക്കിൾ ജാക്സന്റെ ബയോപിക് കണ്ടു. ഗംഭീരം എന്നല്ലാണ്ട് വേറൊരു വാക്ക് പറയാനില്ല. അതിഗംഭീരമായിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു സിനിമ. ഡോക്യുമെന്ററി ആണെന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഡോക്യുമെന്ററി അല്ല സിനിമ. ഇത് എന്താ പറയാ, മൈക്കിൾ ജാക്സന്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിതം, കുട്ടിക്കാലം തൊട്ട് ഒരു 30 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു എന്താ പറയാ, ഒരു 2 മണിക്കൂറാക്കിയിട്ട് ആ ജീവിതത്തിന് 2 മണിക്കൂറാക്കി, 2 മണിക്കൂറും 7 മിനിറ്റും. അപ്പൊ ആ ഒരു അത്രയും സമയത്തിനുള്ളില് ഈ 30 വർഷത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വരച്ച് കാണിച്ചിരിക്കുകയാണ്. നമുക്ക് എന്താ പറയാ, ഗംഭീര ഡയറക്ഷൻ. ആദ്യമേ തന്നെ നമുക്ക് ആക്ടിങ്ങിനെ കുറിച്ച് പറയാം. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടാമത് നമുക്ക് പറയാം. ആക്ടിങ് ഒരു രക്ഷയില്ല. മൈക്കിൾ ജാക്സൺ ആയിട്ട് അതിനകത്ത് വന്നത് ജാഫർ ജാക്സൺ എന്ന് പറഞ്ഞിട്ട് ആ മൈക്കിൾ ജാക്സന്റെ തന്നെ റിലേറ്റീവ് ആണ്. പുള്ളിക്കാരൻ എടുത്ത എഫേർട്ടാണ് ഒരു രക്ഷയില്ലാത്ത. നമുക്ക് ഒരു നിമിഷം പോലും ബോറടിക്കാത്ത ഒരു എന്താ പറയാ, മൈക്കിൾ ജാക്സൺ ആണോ ഇങ്ങനത് ശോകമാണല്ലോ, അങ്ങനെ ഒന്നും തോന്നുന്നേയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങേര് ഈ മൈക്കിൾ ജാക്സന്റെ ഈ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ മൈക്കിൾ ജാക്സന്റെ അച്ഛനായിട്ട് വരുന്നത് കോൾമാൻ ഡൊമിങ്ങോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ്. അമ്മയായിട്ട് വരുന്നത് നിയ ലോങ് ആണ്. പിന്നെ ഒരു യങ് മൈക്കിൾ ജാക്സന്റെ ഒരു വേർഷൻ ഉണ്ട്, യങ് ആയിരിക്കുമുള്ള. അത് വരുന്നത് ജൂലിയാനോ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ്. പുള്ളിയും അടിപൊളിയാണ്. ഓൾ ഓവർ ആ ഒരു എന്താ പറയാ, ഒരു ക്യാരക്ടർ സൈഡ് നോക്കുകയാണെങ്കിൽ ആക്ടേഴ്സ് എല്ലാവരും ടോപ്പ് നോച്ചാണ്. നല്ല പെർഫെക്റ്റ് പിക്കിങ്. അതും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറിയാമോ എല്ലാവരും ചെയ്തേക്കുന്നത്. നമുക്ക് ഒരാളെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഒന്ന് ഡൗൺ ആയി പോയി എന്നുള്ളതിൽ. ജാഫർ ജാക്സനെ നമ്മൾ സല്യൂട്ട് ചെയ്യണം, അമ്മാതിരിയാണ്. അതായത് ഈ ഒരു മനുഷ്യന്റെ എനർജി എന്ന് പറയുന്നത് അപാര എനർജിയുള്ള മനുഷ്യനാണ് മൈക്കിൾ ജാക്സൺ. അപ്പം അങ്ങേരുടെ ഒരു എനർജി നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയണത് അതൊരു ചില്ലറ കാര്യമല്ല. അതും ഇത്രയും നാള് നമ്മള് അത്രയും ഫാൻ ബേസ് ഉള്ള ഒരാള്, കിങ് ഓഫ് പോപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ഒരു രക്ഷയില്ല. അങ്ങേര് എന്താ പറയാ, നമ്മള് ഹാൻഡ്സ് ഓഫ് ചെയ്യണം. പടം കാണിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ കുട്ടിക്കാലം തൊട്ട് അച്ഛന്റെ കുറച്ച് ക്രൂരതകളുണ്ട്. ഇവരുടെ ഒരു ജാക്സൺ ഫാമിലിയുടെ ഒരു ജാക്സൺ 5 എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതും അതിനുശേഷം ഇവര് പല പല സ്ഥലങ്ങളിൽ പാടാൻ പോകുന്നതും, അപ്പം ഇവരുടെ ഒരു ഫോർമേഷനും പിന്നീട് അച്ഛൻ എങ്ങനെയാണ് ഇവരെ എന്താ പറയാ, അച്ഛന്റെ ഒരു കൈപ്പിടിയിൽ ഒതുക്കി ഇവരെങ്ങനെ ഈ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു ജീവിതത്തിൽ നിന്നും വലിയൊരു ഇതിലേക്ക് ഒരു മ്യൂസിക് ഇൻഡസ്ട്രി എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും, അതിൽ നിന്ന് എങ്ങനെയാണ് മൈക്കിൾ ജാക്സൺ അതിൽ നിന്ന് മാറി ഒരു സോളോ ആർട്ടിസ്റ്റ് ആയിട്ട് എങ്ങനെ രൂപിച്ചു വരുന്നതും, അതിന് അദ്ദേഹം നേരിടുന്ന സ്ട്രഗിൾസും, ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് ഈ പടത്തിൽ മൊത്തം കാണിക്കുന്നത്. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എന്താ പറയാ, റൈസ് ചെയ്യുന്ന എന്താ ഒരു പുള്ളിയുടെ ഒരു 30 വയസ്സ് വരെ ഉള്ളത്, 30 വയസ്സോട് കൂടിയിട്ട് ആളുടെ ഒരു സ്റ്റാർഡം, അതൊരു കിങ് ഓഫ് പോപ്പ് എന്നുള്ളൊരു ലേബലിലേക്ക് പുള്ളിയുടെ ഒരു വളർന്നു വരുന്ന ഒരു ഇതാണ് കാണിക്കുന്നത് സിനിമയ്ക്ക്. ഗംഭീര ടെക്നിക്കൽ വർക്കാണ് പടത്തില്. നമുക്ക് എന്തുകൊണ്ടും ഒരു വർത്ത് വാച്ച് ആയിട്ടുള്ള ടെക്നിക്കൽ വർക്കാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ ആൻഡ്രോയിൻ ഫൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറാണ്. മൂപ്പരെ നമുക്ക് പറയണെങ്കിൽ സൗത്ത് പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേക്ക് ഗില്ലൻഹാളിന്റെ ഒരു കിക്ക് ബോക്സിങ്ങിന്റെ ഒരു പടമുണ്ട് പുള്ളിയുടെ പേരിൽ. പിന്നെ ഏഞ്ചൽ ഹാസ് ഫാളൻ, പിന്നെ ടിയേഴ്സ് ഓഫ് ദ സൺ, പിന്നെ ഒളിമ്പസ് ഹാസ് ഫാളൻ. അങ്ങനെ ഒരു വേണ്ട ഈക്വലൈസർ സീരീസ് ഉണ്ട്. ദി ഈക്വലൈസർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, ഒരു 3 പടത്തിന്റെ. ഇതൊക്കെ മതി ഈ
ഡയറക്ടറിനെ കുറിച്ച് നമുക്കൊരു ഒരു ഗ്രാഹി കിട്ടാനായിട്ട്. ഇതിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ ബൊഹീമിയൻ റാപ്സഡി എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്കാർ കിട്ടിയ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ബെസ്റ്റ് ആക്ടറിന് ഓസ്കാർ കിട്ടിയ സിനിമയാണ് ബൊഹീമിയൻ റാപ്സഡി. അപ്പോൾ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ മൈക്കിളും എടുക്കുന്നത്. അപ്പൊ അവർ എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിരിക്കും, എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട, എത്രത്തോളം നമുക്ക് ചുരുക്കാം, എന്തൊക്കെ കാണിക്കാം, ഇതിലൊക്കെ പക്ക ഒരു 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 കുറവും വരുത്താത്ത രീതിയിലാണ് ഇവർ ഈ സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഗുഡ് നോട്ട് പോലെയാണ്, നമുക്കൊരു മനസ്സിൽ എന്നും ഓർത്തു വെക്കാവുന്ന മൈക്കിൾ ജാക്സന്റെ കുറേ മെമ്മറീസ് ഈ സിനിമയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങേര് നടത്തുന്ന കുറെ സ്റ്റേജ് ഷോസ് ആയിക്കോട്ടെ, പിന്നെ ത്രില്ലർ ആളുടെ ഏറ്റവും വലിയ റെക്കോർഡായിട്ടുള്ള ത്രില്ലർ ആൽബത്തിന്റെ ക്രിയേഷൻ, പിന്നെ അതിന്റെ വീഡിയോ ക്രിയേഷൻ, ബില്ലീജിന്റെ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒരു എന്താ പറയാ ഒരു ഒരു വസ്തുന്ന് അതിലൊക്കെ കാണിച്ച് സ്റ്റേജ് പെർഫോമൻസുകളും കാണിച്ച്, അതും എക്സാക്ട് നമ്മൾ ടി വിയിൽ കണ്ടേക്കുന്ന അതുപോലെ തന്നെ നമുക്ക് തിയേറ്ററിൽ കാണാം. അതും ഒരു ടി വിയിൽ കണ്ടേക്കുന്ന ഇപ്പോഴത്തെ ആളുകൾക്കാണെങ്കിൽ കുറച്ച് എന്താ പറയാ, അന്നത്തെ ടി വി വെച്ച് നോക്കുമ്പോൾ ക്ലാരിറ്റി കുറവാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ഇതിൽ വരുമ്പോൾ ആ സിനിമയിൽ കാണിക്കുമ്പോൾ അതത് റീക്രിയേറ്റ് ചെയ്തേക്കാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറിയപ്പെടാം റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ പടത്തിൽ നിന്ന് നമുക്ക് കിട്ടുക. അത് ഇവൻ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ ഡിയോൺ ബീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഡ്ജ് ഓഫ് ടുമാറോയുടെ ഒക്കെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള ആളാണ്. അത് മതിയല്ലോ, ഒരൊറ്റ പടം മതി, പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങനെ പേര്. പിന്നെ എഡിറ്റർ ആയിക്കോട്ടെ, എഡിറ്റർ 4-5 പേരുണ്ട്. കോൺറാഡ് ബഫ്, ടോം ക്രൂസ്, ജോൺ, പിന്നെ ഹാരി യൂൺ, അങ്ങനെ അങ്ങനെ പറഞ്ഞ ഒരു 4-5 എഡിറ്റേഴ്സ് ഉണ്ട്. കാരണം ഇങ്ങരുടെ ഈ കുറേ കാര്യങ്ങൾ ഇവർ എടുക്കേണ്ടി വരും. കാരണം അത്രയും സ്റ്റേജ് ഷോസ് ഉണ്ട്. ഇതിൽ നിന്ന് പിക്ക് ചെയ്ത് എടുക്കണം. എന്നിട്ട് വേണം അതിനെ റീഷൂട്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്ത്. ഇതെല്ലാം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ടോപ്പ് നോച്ചാണ്. ഒരു രക്ഷയില്ല. നമുക്ക് ഒരു സീനിൽ പോലും ഞാൻ കുറച്ച് ശോകമാവാൻ സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ച സീനുകളിൽ പോലും നമുക്കൊരു ബോറടിപ്പോ ഒരു മുഷിപ്പോ ഒന്നും നമുക്ക് തോന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുള്ളി എൻഗേജ്ഡ് ആണ്. 2 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ മൈക്കിൾ ജാക്സനെ കണ്ടങ്ങിരിക്കാം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സ്പീരിയൻസ് വെച്ചാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പിന്നത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ എൻഡ് ചെയ്യുന്നതാണ്. എൻഡ് ചെയ്യുന്നതിനും ഒരു ഒരു പ്രത്യേകത തന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1988 മൂപ്പരുടെ ഒരു ബാഡ് വേൾഡ് ടൂർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പൊ ഈ ബാഡ് വേൾഡ് ടൂറിലെ പുള്ളിയുടെ പെർഫോമൻസോട് കൂടിയിട്ടാണ് പടം എൻഡ് ചെയ്യുന്നത്. അതായത് ഫ്രം ചെറിയ വയസ്സ് തൊട്ട് ഒരു 30ാമത്തെ വയസ്സ് വരെ അത്രയും ഒരു സ്പാനെ കാണിക്കുന്നുള്ളൂ പടത്തില്. ഇതിന് ശേഷമാണ് ഇങ്ങേർക്ക് കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്നതും കുറെ ഇഷ്യൂസ് ഉണ്ടാവുന്നതും നമുക്ക് സങ്കടം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതൊക്കെ. പിന്നീട് മരണവും കാര്യങ്ങളും, പിന്നീട് ഇഷ്യൂസും, അത് വേണ്ട അങ്ങനെ ഒരു ഇതില് അവര് മാറ്റിയിട്ട് ഒരു 30ാം വയസ്സ് വരെ, അതായത് ആള് ഫേമസ് ആയി ഒരു ടോപ്പിൽ എത്തുന്നത് വരെ അവിടെ വെച്ച് പടം സ്റ്റോപ്പ് ചെയ്യാണ്. അതാണ് ഒരു എന്താ പറയാ ഒരു ക്രിയേറ്ററുടെ ഒരു ഏറ്റവും നല്ല ഇത്. കാരണം മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിങ് ഓഫ് പോപ്പ്, ഒരു അമ്മാരി മനുഷ്യനെ ഒരു പ്രോപ്പർ ട്രിബ്യൂട്ട് കൊടുത്ത്, അതും ഭയങ്കര ഗുഡ് നോട്ടിൽ, എന്നും ആളുകൾക്ക് വീണ്ടും വീണ്ടും റീവാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിലാണ് ഈ സിനിമ നിർത്തുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് തന്നെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കൊരു പോറടി ഇല്ല ഇതുകൊണ്ട് തന്നെ. ഇത്രയും ഇഷ്യൂസ് ഇങ്ങനെയുടെ ജീവിതത്തിൽ ആഫ്റ്റർ 30 ആണ് പിന്നീട് കോൺട്രവേഴ്സീസും അങ്ങനെയുടെ പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂസും എല്ലാം വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇൻസിഡൻസുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നില്ല. അതൊരു എന്താ പറയാ അതൊരു കോൺട്രവേഴ്സിയൽ അല്ല. അങ്ങേരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അച്ഛനെ കൊണ്ടുണ്ടാവുന്ന കുറെ സങ്കടങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. പക്ഷെ പിന്നീട് വരുന്ന കോൺട്രവേഴ്സീസ് ഒന്നും നമുക്ക് കാണാൻ താല്പര്യമില്ല. കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അത് നമുക്ക് വീണ്ടും റീവാച്ച് ചെയ്യാൻ താല്പര്യമില്ല. അത് അവരറിഞ്ഞുകൊണ്ട് തന്നെ
ഈ ഒരു 1988 ഈ ഒരു ഈ വേൾഡ് ടൂറിനകത്ത് ഈ സിനിമ സ്റ്റോപ്പ് ചെയ്യണം. അതിനകത്ത് ഒരു ബ്യൂട്ടിഫുൾ നോട്ടും കൊടുക്കുന്നുണ്ട്, ഹിസ് സ്റ്റോറി കണ്ടിന്യൂസ് പറഞ്ഞിട്ട്. അത് മതി. അത് ആ ഒരു ഒറ്റ ഡയലോഗ് മതി നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാനും വീണ്ടും വീണ്ടും ഈ സിനിമ റീവാച്ച് ചെയ്യാനും. ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു മൈക്കിൾ ജാക്സന്റെ ആൽബം കണ്ട ഫീലാണ് ഈ പറയാൻ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാം. മ്യൂസിക് ആയിക്കോട്ടെ, മൂപ്പരുടെ സോങ്ങുകളെല്ലാം അടക്കി അടക്കി വെച്ച പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കേൾക്കാം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഹാപ്പി ആയി പടം കണ്ടിട്ട്. നല്ലൊരു ട്രിബ്യൂട്ട് ആയിരുന്നു. ഡോക്യുമെന്ററി ആക്കിയില്ല, മോക്യുമെന്ററി ആക്കിയില്ല, വൾഗർ ആക്കിയില്ല. ആക്ച്വലി ബൊഹീമിയൻ റാപ്സഡി കണ്ടപ്പോഴും എനിക്ക് ഇതേ ഫീൽ ആയിരുന്നു. അതിനേക്കാൾ ഒരു പടി മേളില. കാരണം മൈക്കിൾ ജാക്സൺ ആണ് നമ്മുടെയൊക്കെ ഒരു ഐഡൽ എന്ന് പറയുന്ന സെറ്റപ്പ്. അത്രയും ഞാൻ ഫോളോ ചെയ്തിരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആളുടെ അതിനുശേഷം 30 വയസ്സിന് ശേഷമുള്ള കുറച്ച് ആൽബംസ്, സോങ്സ് ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ അതിനു മുന്നേ മൂപ്പരുടെ ആ റൈസ് ടു ഫെയിം എന്നുള്ള ഒരു ഏരിയയില് ആ ബീറ്റിറ്റ്, പിന്നെ ത്രില്ലർ, ഇതൊക്കെ കണ്ടപ്പോ അത് മതി. അങ്ങേരെ നമുക്ക് ഓർത്തിരിക്കാൻ അത് മതി. ഗംഭീര ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി മേക്കിംഗ്, അടിപൊളി മ്യൂസിക് വർക്ക്, ബ്ലെൻഡിങ് എല്ലാം, ഈവൻ എഡിറ്റിംഗ്, അഭിനയങ്ങള്. ജാഫർ ജാക്സൺ കലക്കിയേക്ക, ഒന്നും പറയാനില്ല. ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഐമാക്സ് തിയേറ്ററിൽ കാണുക. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഐമാക്സ് തിയേറ്ററിലെ എക്സ്പീരിയൻസ്. ഞാൻ നോർമൽ തിയേറ്ററിലാണ് കണ്ടത്, അതിൽ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ട്. എന്നാൽ പോലും ഈ ഒരു ഐമാക്സ് തിയേറ്ററിൽ കിട്ടുന്ന ഒരു എഫക്റ്റ് ചിലപ്പോൾ ഞാൻ വീണ്ടും ഇത് കാണും ഐമാക്സ് തിയേറ്ററിൽ. കാരണം നമുക്ക് വീണ്ടും കാണാനുള്ള ഒരു ഇതുണ്ട്. വീണ്ടും കാണണമെന്ന് എനിക്ക് തന്നെ അത് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അത്രയും അത് ഇഷ്ടപ്പെട്ടിട്ടാണ്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ് അവരെടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ ഈ ട്രെയിലറൊക്കെ കണ്ടപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാധനം ഈക്കോ ഇല്ലയോന്ന്. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് എടുത്തു വെച്ചേക്കുന്നത്. മനസ്സ് നിറഞ്ഞു എന്ന് പറയാലോ. അതാണ് മൈക്കിൾ എന്ന സിനിമ നിങ്ങൾക്കൊരു ട്രീറ്റ് ആയിരിക്കും. നിങ്ങളൊരു മൈക്കിൾ ജാക്സൺ ഫാനാണ്, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ എന്നും ഒരു ട്രീറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഐമാക്സ് തിയേറ്റർ പറ്റുകയാണെങ്കിൽ ഐമാക്സ് തിയേറ്റർ തന്നെ പ്രിഫർ ചെയ്യുക. നല്ലൊരു വാച്ചാണ് മൈക്കിൾ. അപ്പൊ ഇത്രയുമാണ് മൈക്കിളിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്യുക, ഇതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.